Hi, dear students. So, ഇന്നാണ് നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഇവിടെ CA ഫൗണ്ടേഷൻ ലോ എന്ന് പറയുന്ന പേപ്പറിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു 6 യൂണിറ്റ്സ് ഉണ്ട്. സോ 6 യൂണിറ്റ്സും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതാണ് നമ്മുടെ ഒരു കോർ സബ്ജക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ്. ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നേച്ചർ ഓഫ് കോൺട്രാക്ട്. ഓക്കെ, യെസ്. ഇതിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് കോൺട്രാക്ട്, കോൺട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എപ്പോഴാണ് ഒരു കോൺട്രാക്ട് ഉണ്ട് എന്ന് പറയാം, അതായത് എന്താ പറയാ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട്, കോൺട്രാക്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം, അതുപോലെ തന്നെ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ജസ്റ്റ് കേട്ടിട്ടുണ്ടാവും, അത് കേട്ട ടേംസുകളൊക്കെ തന്നെ ആയിരിക്കും. സോ ഈ ടേമുകളൊക്കെ എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ നോക്കിക്കോ, കോൺട്രാക്ട് ലോ ബിഫോർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. എന്താണ് കോൺട്രാക്ട് ലോ എന്ന് പറഞ്ഞാൽ, എന്താണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാ ഇതില് നമ്മൾ നിയമപരമായിട്ട് മനസ്സിലാക്കുകയല്ല, നമ്മൾ ജസ്റ്റ് ചോദിക്കാണ് നമ്മൾ സാധാരണ എന്താ കോൺട്രാക്ട്. നമ്മൾ പല പല കോൺട്രാക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ, അവര് തമ്മിൽ കോൺട്രാക്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്തോ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് അഗ്രി ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ എന്താ പറയുന്നത്, കോൺട്രാക്ട്. അതന്നെയാണ് ആ കോൺട്രാക്ട് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനൊന്നുകൂടെ വിശാലമായിട്ട് പഠിക്കുക എന്നുള്ളതായി ഒരു ചാപ്റ്ററിന്റെ ഉദ്ദേശം എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺട്രാക്ട് ലോ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. To understand the contract law before Indian contract, we should understand the journey of contract during the different types of periods. എന്താ പറയാ, പല പല ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല പല കോൺട്രാക്ട് ലോസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക 100% എക്സാം ഓറിയന്റഡ് ആയിരുന്നു. സോ നമ്മൾ ആവശ്യമില്ലാത്ത ഡിസ്കഷൻസ് ഒക്കെ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്യും. നമുക്ക് എക്സാമിന് വരില്ല എന്നുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. സോ നോക്കണം, ഇവിടെ പറയാണ് പല പല ഹിസ്റ്ററി പറയാണ്. ഈ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വരുന്നതിന് മുമ്പ് ഇവിടെ പല പല എന്തുണ്ടായിരുന്നു, ഇപ്പോ നോക്കിയേ, സ്മൃതീസ് ഉണ്ടായിരുന്നു, ഹിന്ദു ലോസ് ഉണ്ടായിരുന്നു, ഓക്കെ, വേദാസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോ നിയമങ്ങളൊക്കെ ആയിരുന്നു അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് അതിന് പറയുന്ന പേരാണ് ബൈലാറ്ററൽ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ മുഗൾ ചക്രവർത്തിമാർ ഇവിടെ ഭരിച്ച കാലത്ത് അതൊന്നും ഇവിടെ കുറെ എന്തുണ്ടായിരുന്നു, ഇതുപോലുള്ള ലോസ് ഉണ്ടായിരുന്നു. അന്ന് അക്കദെന്നും ഇജാബെന്നും കബൂൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടേംസ്, അക്സെപ്റ്റൻസിന്റെ മറ്റൊരു പേരായിരുന്നു കബൂൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ കഥകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇന്ത്യൻ കോൺട്രാക്ട് 1872 1872 മുമ്പ് വരുന്നതിന് മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നു, പല പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ലോസുകൾ ഉണ്ടായിരുന്നു, നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ജസ്റ്റ് ഒരു എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, എക്സാം വൈസ് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി ലോ ഓഫ് കോൺട്രാക്ട്. ദ ലോ ഓഫ് കോൺട്രാക്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബെഞ്ച് ഓഫ് മെർക്കൻറ്റൈൽ. പിന്നെ നമ്മുടെ ബിസിനസ്, നമുക്കറിയാം നമ്മൾ CA-കാരെന്ന് പറഞ്ഞാൽ കൂടുതലും ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ, ബിസിനസ്സിനെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് CA-കാരുടെ ഒരു പണി എന്ന് പറയുന്നത്. അപ്പോ അതുമായിട്ട് മെർക്കൻറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ഉണ്ട്, കച്ചവടത്തിനെയാണ് മെർക്കൻറ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓർ കൊമേഴ്ഷ്യൽ ലോ. കൊമേഴ്ഷ്യൽ ലോയില് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ഇത് കോൺട്രാക്ട് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇറ്റ് മേ ബി സെഡ് ദാറ്റ് ദ കോൺട്രാക്ട് ഇൻ സിവിലൈസ്ഡ് വേൾഡ് ദ ലോ റിലേറ്റിംഗ് കോൺട്രാക്ട് ഗവേൺഡ് ബൈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. സോ ഇപ്പൊ നമ്മുടെ കോൺട്രാക്ട് ആക്ട് എന്തിന്റെ ബേസിസിലാണ് പോണാറ്, ഈ ആക്ട് എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ നമ്പർ 1 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ആക്ട്. അപ്പൊ ഇതും എന്താ പറയാ അതുപോലെ ഒരു ആക്ട് ആണ്. അപ്പൊ ആക്ട് പ്രകാരമാണ് ഇന്ന് ഇവിടെ ഇന്ത്യയിലുള്ള ഓരോ കോൺട്രാക്ട് നിയമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ സെക്ഷൻസ് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, സെക്ഷൻസിൽ ഇപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഇവിടെ 1 to 75 എന്ന് പറയുന്ന സെക്ഷൻസ് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്ഷൻസ് 124 to 238 എന്താ പറയുക, സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ബെയിൽമെന്റ്, പ്ലഡ്ജ്, ഏജൻസി എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താ പറയാ, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള കോൺട്രാക്റ്റുകളെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോ അതാണ് എന്ന് പറയുന്നത്. സെക്ഷൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ സെക്ഷൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ IC ഒരിക്കലും നിങ്ങൾ സെക്ഷൻസ് പഠിക്കണം എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നില്ല. കാരണം എന്താ വെച്ചാല് CA ഫൗണ്ടേഷനിൽ സെക്ഷൻസിന് അത്ര ഇമ്പോർട്ടന്റ് IC കൊടുക്കുന്നില്ല. പക്ഷെ ഈവൻ ദോ നിങ്ങൾ സെക്ഷൻസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ബെനഫിറ്റ്സ് നിങ്ങൾക്ക് എക്സാമിന്റെ മാർക്കിൽ കാണാൻ പറ്റും. അപ്പൊ സെക്ഷൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് 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 മോർ ബെറ്റർ. ഓക്കെ, കാരണം സെക്ഷൻസിനെ പറ്റിയുള്ള ഒരു വെൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങളുടെ ആൻസറിനെ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അതിൽ ഒന്നുകൂടെ വെൽ നോളജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, യെസ്. ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ കോർ ഏരിയയിലോട്ട് കടക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ. വാട്ട് ഈസ് കോൺട്രാക്ട്? എന്താണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്? Okay, the term contract is defined under section 2 clause H എടാ ഒരു ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. എടാ നോക്കടാ, എല്ലാ ആക്ടിന്റെയും രണ്ടാമത്തെ സെക്ഷൻ 1, സെക്ഷൻ 2. സെക്ഷൻ 2ലാണ് നമ്മൾ എപ്പോഴും ഡെഫിനിഷൻസ് പറയാം. ഡെഫിനിഷൻസ് പറയുന്നത് ഇപ്പൊ കോൺട്രാക്ട് എന്താന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് താഴെ കഴിഞ്ഞ് പറയാൻ പോകുന്നത്. ഇപ്പൊ സെക്ഷൻ നോക്കാം 2 ക്ലോസ് H എന്ന് പറയാം. അപ്പൊ നോക്കട്ടെ, സെക്ഷൻ 2 തന്നെ A എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ നോക്കിയ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണെന്ന് വിചാരിച്ചു. സെക്ഷൻ 2 ഇതിൽ സെക്ഷൻ 2 തന്നെ A ഉണ്ടാവും, B ഉണ്ടാവും, C ഉണ്ടാവും, D ഉണ്ടാവും, H ഉണ്ടാവും, അങ്ങനെ എക്സെട്രാ താഴോട്ടുണ്ടാവും. എന്നിട്ട് അവസാനം H വരും. ഈ Hലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് Hലാണ്. അപ്പൊ അതിനെ കുറിച്ച് ഡിസ്കഷൻ എന്താ പറഞ്ഞത്? എന്താണ് കോൺട്രാക്ട് പറഞ്ഞ? ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു അഗ്രിമെന്റിനെ നിയമപരമായിട്ട് നമ്മൾ അതിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ, നിയമപരമായിട്ട് അതിനെ നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പറയുന്നത്? കോൺട്രാക്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഒന്നുകൂടെ മനസ്സിലാക്കും. ദ കോൺട്രാക്ട് കൺസിസ്റ്റ് ഓഫ് 2 എസെൻഷ്യൽ എലമെന്റ്സ്. അപ്പൊ നോക്കണം, ഇവിടെ 2 കാര്യങ്ങളാണ്. അതിന് അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഇപ്പൊ തന്നെ പഠിച്ചു. സെക്ഷൻ 2 ക്ലോസ് H അതിലാണ് കോൺട്രാക്ട് എന്താന്ന് പറയുന്നത്. എന്താണ് ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ? അപ്പോ അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അതൊരു അഗ്രിമെന്റ് ആണ് അല്ലെ. അപ്പോ എന്താ പറയാ, ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതൊരു അഗ്രിമെന്റ് ആണ്, മാത്രമല്ല അത് എൻഫോഴ്സിബിൾ ബൈ ലോയുമാണ്. ഇനി നമ്മൾ ആ ടേംസിനെ ആ ഒരു എന്താ പറയാ, ആ ഒരു സെന്റൻസിനെ നമ്മൾ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് മനസ്സിലാക്കാം. എന്താ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ അഗ്രിമെന്റ്? ദ ടേം അഗ്രിമെന്റ് ഗിവൺ ഇൻ സെക്ഷൻ 2 ക്ലോസ് E. എന്ന് പറഞ്ഞ സെക്ഷനിൽ, രണ്ടാമത്തെ സെക്ഷനിൽ എന്ന് പറഞ്ഞ സബ് സെക്ഷനിലാണ് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നത്? അഗ്രിമെന്റ് പറയുന്നത്. എന്താണ് ഡിഫൈൻഡ് ആസ്? എന്താണ് നോക്കിക്കോ. Every promise and every set of promises forming a consideration for each other. പ്രോമിസ് ചെയ്യടാ, എവ്രി പ്രോമിസ്, എല്ലാ പ്രോമിസും, ആൻഡ് എവ്രി സെറ്റ് ഓഫ് പ്രോമിസ്, അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രോമിസ് ചെയ്യാന്ന് പറയില്ല, ഞാൻ ഇന്നത് ചെയ്തുതരാം, മറ്റേത് ഇതാക്കാം, നമ്മൾ പറയില്ല, നമ്മൾ ഓരോരുത്തർക്കും പ്രോമിസ് ചെയ്യൂലടാ നമ്മുടെ റിയൽ ലൈഫ്. അതന്നെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ പ്രോമിസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. ഫോർ എക്സാമ്പിൾ എടാ, നിങ്ങളുടെ അടുത്തൊരു കാർ ഉണ്ടെന്ന് വിചാരിച്ചു. ആ കാറ് ഞാൻ 1 ലക്ഷം രൂപക്ക് മേടിക്കാൻ നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് ചെയ്തു. നിങ്ങൾ ആ 1 ലക്ഷം രൂപക്ക് തരാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ ആ 2 പ്രോമിസും 2 പരസ്പരതായില്ലേ. അങ്ങനെ ഉണ്ടാവുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ പ്രോമിസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി അതില് നമ്മള് അപ്പൊ പറഞ്ഞു പ്രോമിസ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു കോൺട്രാക്ട് എന്താ പറഞ്ഞു? കോൺട്രാക്ട് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു. എഗ്രിമെന്റിന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോ അതിൽ വേറൊരാൾ കയറി വന്നു പ്രോമിസ്. അപ്പൊ ഞാനാണ് പ്രോമിസ് എന്ന് പറയുന്നത്. പ്രോമിസ് പറയുന്ന സെക്ഷൻ
സെക്ഷൻ 2 ക്ലോസ് ബി ആണ് ഡിഫൈൻഡ് ആസ് പ്രോമിസ്. പ്രോമിസ് എന്താ? പിന്നെ പേഴ്സൺ ഒരാള് ടു ഹൂം അയാളോട് പ്രപ്പോസൽ ഈസ് മെയ്ഡ്. ഓക്കെ, നിങ്ങളുടെ അടുത്തൊരു കാറുണ്ട്, ഞാനാണ് പ്രപ്പോസൽ കൊണ്ടുവരുന്നത്. ഐ ലവ് യു എന്നുള്ള പ്രപ്പോസൽ അല്ല. ഞാൻ പറഞ്ഞു 1,00,000 രൂപക്ക് ഞാൻ ആ കാർ മേടിക്കാം. ഞാൻ ആ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? മെയ്ഡ് സിഗ്നിഫൈസ്, ഞാൻ എന്താ പറയാണ്, ഞാൻ വെളിപ്പെടുത്താണ് എന്ത്? ഹിസ് അസെന്റ്, എന്റെ സമ്മതം. എന്തിനുള്ള? there to the proposal is said to be accepted. Proposal once accepted becomes promise. എന്താ പറഞ്ഞത്? ഞാൻ എന്റെ അസെന്റ്, എന്റെ സമ്മതം അല്ലെങ്കിൽ എന്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറഞ്ഞു, 1,00,000 രൂപക്ക് നിങ്ങളുടെ കാറ് ഞാൻ മേടിക്കാം. ഈ കാറ് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളത്തെ ഒരു അംബാസഡർ ആണെന്നുള്ളത് വിചാരിച്ചു. ആ അംബാസഡർ കാറ് ഞാൻ 1,00,000 രൂപക്ക് മേടിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോമിസ്. എന്താ അതിന് പറയുന്നത്? പ്രോമിസ്. പ്രോമിസ് സിഗ്നിഫിക്കൻറ്റ് ഈസ് അസെന്റ് thereto the proposal is to be made. പ്രപ്പോസൽ ഉണ്ടാക്കിയാണ്. പ്രപ്പോസൽ when accepted, എപ്പോഴാണോ അക്സെപ്റ്റ് ചെയ്തത് becomes promise. അപ്പൊ എത്ര 3 ഇത് കഴിഞ്ഞപ്പോ 3 ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അപ്പൊ പ്രോമിസ് എന്താ മനസ്സിലായോ? ഈ പ്രോമിസ് ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോമിസ്, അല്ലെങ്കിൽ ഇതിന്റെ കുറെ പ്രോമിസുകൾ, പല പല പ്രോമിസുകളുടെ കൂട്ടും. ഫോമിങ് കൺസിഡറേഷൻ, അതിനെന്ത് വേണം? 2 കൺസിഡറേഷൻ ഉണ്ട്. ഇതിൽ എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താ? നിങ്ങൾ ആ കാറ് തരുന്നു, എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എടാ നമ്മള് കോൺട്രാക്ട് ഇട്ടുമ്പോൾ അവിടെ പരസ്പരം ഒരു വാല്യൂ, എന്തെങ്കിലും ഒരു മൂല്യം പരസ്പരം കൈമാറും. അതിനെയാണ് നമ്മൾ ഈ കൺസിഡറേഷൻ പറയുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താ? ഈ കോൺട്രാക്റ്റിൽ നിങ്ങൾ ആ കാർ എനിക്ക് തരുന്നു, എനിക്ക് ആ കാർ കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താ? നിങ്ങൾക്ക് ആ പൈസ കിട്ടും. ദാറ്റ് ഈസ് എ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. രണ്ടാൾക്കും കൺസിഡറേഷൻ ആണ്. ഓക്കെ, അതിനെയാണ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. പ്രോമിസ് എന്താണെന്ന് മനസ്സിലായല്ലോ? കണ്ടോ? അതിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ? കാരണം ഡെഫിനിഷൻസ് അത്രത്തോളം നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡെഫിനിഷൻസിനെ വെച്ചിട്ടാണ് നമ്മൾ വാദിക്കാൻ പോകുന്നത്. ലക്ഷങ്ങളുടെ നമ്മളിതൊക്കെ കോടതിയിലൊക്കെ വാദിക്കുന്ന കണ്ടിട്ടില്ലടാ. അതൊക്കെ ഇതിന്റെ ബേസിസിലാണ്. അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി when the person to who is proposal made signify his assent, proposal is made to him. The proposal become accepted, the accepted proposal become promise. കണ്ടോ? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസിലെ കാര്യങ്ങൾ ഇതാക്കാം. ഇനി അപ്പോ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? താഴെ പറയുന്ന കൂടെ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രിമെന്റ് ഈസ് ഈക്വൽ ടു, അതിലൊരു പ്രപ്പോസൽ വേണം അല്ലെ? പ്രപ്പോസൽ എന്ന് പറയുന്നത് ഞാൻ 1,00,000 രൂപക്ക് നിങ്ങളുടെ കാർ മേടിക്കാം. അതൊരു പ്രപ്പോസലാണ്, നിങ്ങൾക്ക് തരുന്ന ഒരു പ്രപ്പോസലാണ്. അത് നിങ്ങൾ ഓക്കെ എന്ന് പറയുമ്പോൾ അക്സെപ്റ്റഡ്, അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതെന്തായി മാറി? പ്രോമിസ് ആയി മാറി. അതെന്തായി മാറി? പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ. രണ്ടാൾക്കും കൺസിഡറേഷൻ അതിലുണ്ടല്ലോ. യെസ്, കൺസിഡറേഷനോട് കൂടി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? അത് അഗ്രിമെന്റ് ആയിട്ട് മാറും, നോട്ട് കോൺട്രാക്ട്. ഇനി അഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ് എന്ത്? കോൺട്രാക്ട്. അതെന്താണ് പറയുന്നത്? എന്താണ് ഈ എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞാൽ? നോക്കിക്കോ, എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ അഗ്രിമെന്റ് to become a contract must given rise to legal obligation which means duly obeyed. എടാ, നിയമപരമായിട്ട് അതിനൊരു നിയമം വേണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിനെ നേരിടാൻ കഴിയണം. ഓക്കെ, കാരണം നേരിടാൻ പറ്റാത്ത കുറെ കേസസ് ഉണ്ട്. അത് എന്താന്നുള്ളത് ഇപ്പൊ ചെറിയ കുട്ടികളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചു, അതിനൊക്കെ നിയമപരമായിട്ട് എൻഫോഴ്സിബിലിറ്റി ഉണ്ടോ? ഇല്ല. ജസ്റ്റ് ഒരു തമാശ രൂപേണൊക്കെ പറയില്ല, അതിനാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു കോൺട്രാക്ട് അതിന് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ വേണം. മനസ്സിലായോ? അപ്പോ കോൺട്രാക്ട് അപ്പൊ നമുക്ക് മനസ്സിലായോ? കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോ. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഓഫർ. ഈ പ്രപ്പോസൽ ഞാൻ പ്രപ്പോസൽ എന്ന് പറഞ്ഞല്ലേ, അതിന്റെ മറ്റൊരു പേരാണ് ഓഫർ. മറ്റൊരു പേരാണ് ഓഫർ. ഓഫർ ചെയ്യുക, ഞാൻ എന്താ 1,00,000 നിങ്ങളുടെ കാർ മേടിക്കാം, നിങ്ങൾക്ക് ഒരു ഓഫർ തരിക. മറ്റേ ഓഫർ അല്ല, ഡിസ്കൗണ്ട് ഓഫർ അല്ല. ഇവിടെ പറയുന്നത് ഒരാളുടെ ആഗ്രഹം പറയാം, അല്ലെങ്കിൽ ഒരാളുടെ ആഗ്രഹം ഇസ് അസെന്റ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ അതിനെയാണെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം.
എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നത്. കാരണം എക്സാമ്പിളൂടെ കിട്ടുമ്പോഴാണ് ഒരു ലോഡ് കംപ്ലീഷൻ വരുന്നത്. എക്സാമ്പിൾ വൺ നോക്കി. എ അഗ്രീസ് ടു ബി സെൽ ഹിസ് കാർ ഫോർ 2 lakhs ടു ബി. എ എന്ത് ചെയ്തു, ബിക്ക് കാറ് 2 ലക്ഷത്തിന് വിൽക്കാന്ന് തീരുമാനിച്ചു. ഹിയർ എ ഈസ് അണ്ടർ എ ഒബ്ലിഗേഷൻ ടു ഗിവ് കാർ ടു ബി. ഇവിടെ എക്ക് ഒരു ബാധ്യത ഉണ്ട്. എ എന്ത് ചെയ്യണം, ആ കാറ് എ ബിക്ക് കൊടുക്കണം. ആൻഡ് ബി ഹാസ് എ റൈറ്റ് ടു റിസീവ് ദ കാർ. ബിക്ക് ആ കാർ കിട്ടേണ്ട എന്തുണ്ട്, റൈറ്റും ഉണ്ട്, അവകാശമുണ്ട്. ഓൺ ദ പേയ്മെന്റ് ഓഫ് 2 lakhs and also be under an obligation to pay 2 lakhs and have rights to receive 2 lakhs. അതാണ്ടോ എ ബിക്ക് കാർ കൊടുക്കണം അല്ലെ. ആ എ ബിക്ക് കൊടുക്കുക എന്ന് പറയുന്നത്, കാർ എന്ന് പറയുന്നത് അത് എയുടെ ഒബ്ലിഗേഷൻ ആണ്, എയുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ എക്ക് റൈറ്റ് ഉണ്ട്, എന്ത്, 2 ലക്ഷം കിട്ടാനുള്ള റൈറ്റും ഉണ്ട്. ഇനി ബിക്ക് ആ കാർ കിട്ടാനുള്ള റൈറ്റും ഉണ്ട്, 2 ലക്ഷം കൊടുക്കാനുള്ള ഒബ്ലിഗേഷനും ഉണ്ട്. വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, എക്സാമ്പിൾ 2 നോക്കേ. ഫാദർ പ്രോമിസസ് ടു പേ ടു RS 500 റുപ്യ പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു എവറി മന്ത്. ബട്ട് ഹീസ് റെഫ്യൂസ് ടു പേ ലേറ്റർ. പിന്നെ എന്ത് ചെയ്തില്ല, എന്ത് ചെയ്തില്ല, ഫാദർ കൊടുത്തില്ല. ദ സൺ കനോട്ട് റിക്കവർ ദ സെയിം ഇൻ ദ കോഡ് ഓഫ് ദ ലോ ആസ് ഇസ് എ സോഷ്യൽ അഗ്രിമെന്റ്. This is cannot be an intention to create a legal relationship and hence it is not a contract. ഞാൻ പറഞ്ഞില്ലടാ, എൻഫോഴ്സിബിൾ ബൈ ലോ എന്താന്നുള്ളതിലൂടെ ഇത് മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഫാദർ മകനോട് പറഞ്ഞു, ഞാൻ 500 രൂപ മാസം പോക്കറ്റ് പണിയായിട്ട് തരാന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും, ഓരോ മാസവും. പക്ഷെ പിന്നീട് എന്ത് ചെയ്തല്ലോ, ഫാദർ ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചാൽ ആ മകന് പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റും, എനിക്ക് ഫാദർ 500 രൂപ തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ട്? പറ്റൂല. അതൊരു സോഷ്യൽ അഗ്രിമെന്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ആ സോഷ്യൽ അഗ്രിമെന്റ് പറഞ്ഞാൽ അതിന് എൻഫോഴ്സിബിലിറ്റി ഇല്ല, മനസ്സിലായോ? അങ്ങനത്തെ ഒരു എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതെന്തല്ല, അതൊരു കോൺട്രാക്ട് അല്ല എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇൻ എക്സാമ്പിൾ, ആൻ ഒബ്ലിഗേഷൻ ഓഫ് മെയിൻറ്റെയിൻ വൈഫ് ആൻഡ് ചിൽഡ്രൻ an order to quarter of law. These are the obligation and out of the scope of the contract. ഇനി എന്താ മെയിൻ്റെനൻസ്, നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ വൈഫ് വരെ കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മെയിൻ്റെനൻസ് ഓഫ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ആൻ ഓർഡർ ഓഫ് ദ കോർട്ട് ഒരു ഓർഡർ ഇടാണ്, എന്ത്, വൈഫിനും ചിൽഡ്രൻസിനും ആവശ്യമായിട്ടുള്ള മെയിൻ്റെനൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ആർ സ്റ്റാറ്റസ് ഓഫ് ഒബ്ലിഗേഷൻ ടു സോർട്ട്. ഇത് കോൺട്രാക്ട് അല്ല കേട്ടോ, അത് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ പറയാം. അതൊരു ഓർഡർ ആണ്. ആരുടെ ഓർഡർ? അത് ചെയ്തേ പറ്റുള്ളൂ. കോൺട്രാക്ടിനെ അവിടെ ബ്രേക്ക് ഇതൊന്നുമില്ല. കോർട്ടിന്റെ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്തേ പറ്റും. ഓക്കെ ആണല്ലോ. അത് അങ്ങനത്തെ ടൈപ്പ് ഏതിൽ പെടൂല എന്ന് പറയുന്നത്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞ ഡെഫിനിഷൻസ് ഉണ്ടല്ലോ, ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, യെസ്, അതിൽ പെടൂല എന്ന് പറയുന്നത്. ഇപ്പൊ സെക്ഷൻസ് ഒക്കെ ഉണ്ട്, ഓർമ്മ ഉണ്ടോ? നമ്മളിപ്പോ ഏതൊക്കെ സെക്ഷൻസ് പഠിച്ചു? 2 clause H പഠിച്ചു, കോൺട്രാക്ട്. 2 clause E പഠിച്ചു, അഗ്രിമെന്റ്. 2 clause B പഠിച്ചു, പ്രോമിസ്. ഓക്കെ, എക്സാമ്പിൾസും പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രിമെന്റ് ആൻഡ് കോൺട്രാക്ട്. എന്താണ് കോൺട്രാക്റ്റും അഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ്? എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ ഡിഫറൻസസ് ആൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഡിഫറൻസസ് ആൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ടെസ്റ്റിൽ എങ്ങനെയാണോ ഡിഫറൻസ് വന്നിട്ടുള്ളത് അത് അതുപോലെ തന്നെ ചെയ്യൽ നിർബന്ധമാണ്. മനസ്സിലാവും? ഓക്കെ, ഓപ്ഷണൽ ഒന്നല്ല, നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു ഫോർമാറ്റ് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാമിന് എഴുതണം. സോ നോക്കിക്കോ എന്തൊക്കെയാണ് ഉണ്ടോ. ബേസിസ് ഓഫ് ഡിഫറൻസ് ഇങ്ങനെ 3 കോളായിട്ട് എപ്പോഴും ഉണ്ടാവും, അഗ്രിമെന്റ്, കോൺട്രാക്ട്. ഫസ്റ്റ് മീനിങ്ങിൽ എന്തൊക്കെ ഡിഫറൻസസ് ആ ഉള്ളത്? അഗ്രിമെന്റ് എന്താന്ന് പഠിച്ചു, ഡെഫിനിഷൻ ഓർമ്മ ഉണ്ടാവും. എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. അതായത് പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ. പ്രോമിസ് അല്ലെങ്കിൽ പ്രോമിസിന്റെ മറ്റൊരു പേരാണ് ഓഫർ പ്ലസ് കൺസിഡറേഷൻ, അല്ലെങ്കിൽ പ്രപ്പോസലിന്റെ പേരാണ് ഓഫർ. ഓക്കെ, അപ്പൊ പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ ആണ് അഗ്രിമെന്റ്. പക്ഷെ കോൺട്രാക്ട് അതാണോ? അല്ല, കോൺട്രാക്ട് വേറെ. അഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ആണ് എന്ത്, കോൺട്രാക്ട് ആണ്. അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, രണ്ടും രണ്ടാണ്. ഓക്കെ, ഇനി സ്കോപ്പ് പറഞ്ഞാൽ അവിടെ എത്രത്തോളം ഏരിയയിൽ അത് എന്താ പറയാ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഏരിയ എന്ന് പറയില്ല സ്കോപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇറ്റ് ഈസ് എ വൈഡർ ടേം ഇൻക്ലൂഡിങ് ലീഗൽ ആൻഡ് സോഷ്യൽ അഗ്രിമെന്റ്. ഓക്കെ, അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കുട്ടിയുടെ കേസ്. ഓക്കെ, ഫാദർ 500 രൂപ കൊടുക്കാന്ന്.
അതൊരു എഗ്രിമെന്റ് ആണ്, പക്ഷെ അതെന്തല്ല, കോൺട്രാക്ട് അല്ല. മനസ്സിലായോ? അപ്പോ എഗ്രിമെന്റിൽ രണ്ടും വരാം, ലീഗലും വരാം, സോഷ്യൽ അഗ്രിമെന്റ്സും വരാം. സോഷ്യൽ അഗ്രിമെന്റ്സ് എന്തല്ല, എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല. ഓക്കെ, യെസ്. പക്ഷെ കോൺട്രാക്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് എ നാരോ സെൻസ് വിത്ത് എ സ്പെസിഫിക്കേഷൻ ദാറ്റ് കോൺട്രാക്ട് ഹാസ് ഓൺലി ലീഗലി എൻഫോഴ്സിബിൾ. ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എവിടെ വരുള്ളൂ, നമ്മുടെ കോൺട്രാക്ട് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺട്രാക്ട് സ്കോപ്പിന്റെ ബേസിസിൽ. അപ്പോൾ ഒരു വൈഡർ ടേം ആണ് ആരെന്ന് പറയുന്നത്, അഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു വൈഡർ ടേം ആണെങ്കിൽ ഒരു നാരോ ടേം ആണ് ആര്, നമ്മുടെ കോൺട്രാക്ട്. ലീഗൽ ഒബ്ലിഗേഷൻ ഇറ്റ് മേ നോട്ട് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഒരു ലീഗൽ ഒബ്ലിഗേഷനും ആര് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അഗ്രിമെന്റ്. കാരണം സോഷ്യൽ അഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. യെസ്, ആൻ അഗ്രിമെന്റ് ഡസ് നോട്ട് ആൾവേസ് ഗ്രാന്റ് റൈറ്റ്സ് ടു ദ പാർട്ടീസ്. എപ്പോഴും ഒരു റൈറ്റ്, ഒരു അവകാശം നേടിക്കൊടുക്കുന്നുണ്ടോ അഗ്രിമെന്റ്? ഓക്കെ, നോ, അങ്ങനല്ല. അഗ്രിമെന്റ് എപ്പോഴും റൈറ്റ് കിട്ടിക്കോണമെന്നില്ല. നേരത്തെ കേസിൽ ഇപ്പൊ നേരത്തെ ആ കുട്ടി കേസിന് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള 500 രൂപ റൈറ്റ് കിട്ടുമോ? കിട്ടൂല. പക്ഷേ നെസസറിലി, തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടും, ക്രിയേറ്റ്സ് എ ലീഗൽ ഒബ്ലിഗേഷൻ ഓർ കോൺട്രാക്ട് ആൾവേസ് ഗ്രാന്റ് റൈറ്റ് ടു എവറി പാർട്ടി. ഒരു അവകാശം നേടിയെടുക്കും, അവകാശം ഉണ്ടാവും അതിൽ കോൺട്രാക്റ്റിൽ. ഇപ്പൊ ആ എന്താ പറയാ, ഇപ്പൊ ആ കുട്ടിയും അച്ഛനും ആയതുകൊണ്ട് അത് സോഷ്യൽ അഗ്രിമെന്റ് ആയതുകൊണ്ട് കോൺട്രാക്ട് അല്ല എന്ന് പറഞ്ഞു. അത് വേറൊരാളുമായിട്ട്, ഒരു ഇപ്പൊ ഞാനുമായിട്ട്, മകനല്ല വേറൊരാളുമായിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആ 500 രൂപ കൊടുക്കൽ നിർബന്ധമായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ അതാ പറയുന്നത്, കോൺട്രാക്ട് പറഞ്ഞപ്പോ എന്താ, എൻഫോഴ്സിബിലിറ്റി, അത് നടന്നേ പറ്റും. മനസ്സിലാവും? ഇനി അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നേച്ചർ. അപ്പൊ ലീഗൽ ഒബ്ലിഗേഷനിൽ അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. ലീഗൽ ഒബ്ലിഗേഷന്റെ ബേസിസിലാണ് ആ ഡിഫറൻസ്. പിന്നെ നേച്ചർ എന്താ, ഓൾ അഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. എല്ലാ അഗ്രിമെന്റ്സും എന്തല്ല, കോൺട്രാക്ട് അല്ല. പക്ഷെ ഓൾ കോൺട്രാക്ട്സ് ആർ അഗ്രിമെന്റ്സ്. എല്ലാ കോൺട്രാക്റ്റും എന്താണ്, അഗ്രിമെന്റ് ആണ്. മനസ്സിലായോ? യെസ്, അതോടുകൂടെ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു സെക്ഷനാണ്. അപ്പൊ ആ ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞിട്ടോ. വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മുകളിലത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് ആണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട്. എന്താണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്? ഒരു കോൺട്രാക്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വേണ്ടത്? ഓക്കെ, അതുള്ളതാണ്. അതില് ഇങ്ങനെ എസെൻഷ്യൽ എന്ന് പറയുന്നത് 2 രൂപത്തിൽ പറയുന്നുണ്ട്. സെക്ഷൻ 10 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 10 കുറച്ച് എസെൻഷ്യൽ എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 10 നോട്ട് ഗിവൺ ബൈ സെക്ഷൻ 10, സെക്ഷൻ 10 പറയാത്ത കുറെ എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും പാടെ കൂട്ടിയിട്ടാണ് എന്തെങ്കിലും എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 10 പറഞ്ഞതുകൊണ്ട് സെക്ഷൻ 10 പറയാത്തതുണ്ട്, നമ്മൾ രണ്ടും പഠിക്കും. ഓക്കെ, യെസ്, അതാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. ഓക്കെ, സെക്ഷൻ 10 പറയുന്നതാണ് ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു എഗ്രിമെന്റ് ആവണം, ഫ്രീ കൺസെന്റ് വേണം, കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ് വേണം, ലോഫുൾ കൺസിഡറേഷൻ ആണ്, ലീഗൽ ഒബ്ജക്റ്റ് ആണ്, നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ് എന്നാവണം. പിന്നെ ഇനി സെക്ഷൻ 10 പറയാത്തതാണ് 2 പാർട്ടീസ് വേണം, ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് വേണം, ഫുൾഫിൽമെന്റ് ഓഫ് ലീഗൽ ഫോർമാലിറ്റീസ് വേണം, ക്രിയേറ്റ് സർട്ടൻസി ഓഫ് മീനിങ് വേണം, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇത്രയും കാര്യങ്ങളാണ്. സോ അപ്പോ ഇതിപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിന്നുള്ളൂ, കാരണം നമ്മൾ ഇനി ഡെപ്തിലോട്ട് പറയാം. ഇനി എന്താ സെക്ഷൻ 10 എന്ന് പറയുന്നത്, എന്താണ് സെക്ഷൻ 10 പറയുന്നത്? ഇപ്പോൾ സെക്ഷൻ 10 പറയാണ് ഓൾ അഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്. എല്ലാ അഗ്രിമെന്റ്സും കോൺട്രാക്ട് ആണ്. എപ്പോ ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെന്റ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആയി, എന്തായിരിക്കണം? ഫ്രീ കൺസെന്റ് ആവണം. ഓഫ് ദ പാർട്ടീസ് കോമ്പീറ്റന്റ് കോൺട്രാക്ട്. രണ്ടാമത്തെ പോയിന്റ് ആയി, കോമ്പീറ്റന്റ് കോൺട്രാക്ട്. ഞാൻ താഴെ എക്സ്പ്ലെയിൻ ചെയ്യും. കോമ്പീറ്റന്റ് ആയിരിക്കണം. ഫോർ ലോഫുൾ കൺസിഡറേഷൻ ലോഫുൾ ആവണം. ആൻഡ് വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ് ആവണം. ആർ നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിക്ലെയർ ടു വോയിഡ്. അപ്പൊ ഈ 5-6 കാര്യങ്ങൾ, ഓക്കെ, ടോട്ടല് 6 കാര്യങ്ങൾ എവിടെ പറയുന്നുണ്ട്? ഈ 6 കാര്യങ്ങളാണ് ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ 6 കാര്യങ്ങളാണ്. ഓക്കെ,
യെസ്. അപ്പൊ നമുക്ക് ആ ഓരോ കാര്യങ്ങളും ഇനി നോക്കിയാലോ. ഫസ്റ്റ് ഇവിടെ ഇത് വെച്ചിട്ട് തുടങ്ങണം കേട്ടോ. നോട്ട് ഗിവൺ ബൈ സെക്ഷൻ 10 വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് ടു പാർട്ടീസ് വേണം. എന്ത് വേണം? ടു പാർട്ടീസ്. ഒരാൾക്ക് വൺ കനോട്ട് കോൺട്രാക്ട് വിത്ത് ഹിംസെൽഫ്. എനിക്ക് തന്നെ ഒരു കോൺട്രാക്ട് കൊടുക്കും. അങ്ങനെ ഒരു പരിപാടി നമ്മൾ ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതേ ഇല്ല. ഓക്കെ, എൻഫോഴ്സിബിലിറ്റി ഒന്നും കിട്ടൂല അതിന്. അത് കോൺട്രാക്ട് അല്ല എന്ന് പറയും. അപ്പൊ മിനിമം എത്ര വേണം? ടു പാർട്ടീസ് വേണം. ഓക്കെ, യെസ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺട്രാക്ട് ഓഫ് സെയിൽ there must be a two parties, seller and buyer. The seller buyer must have two different person because of the person cannot be sold. എടാ, എനിക്ക് എന്റെ ഗുഡ്സ് തന്നെ എനിക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ എക്സാമ്പിൾ വായിച്ച മനസ്സിലായോ? അപ്പോ അവിടെ ഒരു സെല്ല് നടക്കാം. അപ്പൊ സെയിൽ എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ട് ആണ്. അപ്പൊ ആ സെയിൽ നടക്കണമെങ്കിൽ മിനിമം എത്ര ആള് വേണം? രണ്ടാള് വേണം. ഒരാൾക്ക് എനിക്ക് തന്നെ ഞാൻ എന്റെ സാധനങ്ങൾ വിൽക്കുക, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ കേസ് ലോസ് ഉണ്ടോ? കേസ് ലോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ സെക്ഷൻ എഴുതുന്ന പോലെ തന്നെ കേസ് ലോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇവിടെ നോക്കട്ടെ. സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ആൻഡ് VS രാംലാൽ എസ് ആൻഡ് കമ്പനി, ഇവര് തമ്മിൽ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. കേസ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മുമ്പ് കുറെ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് കുറെ കേസൊക്കെ നമ്മുടെ ഇവിടെ നടന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ആയിട്ടുള്ള കുറെ കേസസ് ഉണ്ടാവും. അപ്പൊ ആ കേസുകളാണ് ഇങ്ങനെ ഈ ഹൈലൈറ്റ് ചെയ്ത് ബോൾഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഗോ. വെൻ ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, ഡിസോൾവ് ചെയ്യാനുള്ള പാർട്ണർഷിപ്പ് പിരിച്ചുവിടുന്ന സമയത്ത് ദ അസറ്റ്സ് ഓഫ് ദ ഫേം വേർ ഡിവൈഡഡ് എമംഗ് ദ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ എന്ത് ചെയ്തു, ഈ അസെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്പാദ്യം, കുറെ സാധനങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വിറ്റ് ചെയ്തു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദ സെയിൽ ടാക്സ് ഓഫീസർ വാണ്ടഡ് ടാക്സ് ദിസ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്തു, സെയിൽസ് ടാക്സ് ഓഫീസർ എന്ത് ചെയ്തു, ടാക്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ സെയിൽ. പക്ഷേ ഇവര് ദ പാർട്ട്നേഴ്സ് ബീങ് ജോയിന്റ് ഓണർ ഓഫ് ദ അസറ്റ്സ് കനോട്ട് ബോത്ത് ദ ബയർ ആൻഡ് സെല്ലർ. ഓക്കെ, അപ്പൊ ഈ അസറ്റ് ഓരോരുത്തരും എടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു, എന്തോ ഒരു പാർട്ട്ണർഷിപ്പ്. അപ്പൊ ആ പാർട്ട്ണർഷിപ്പ് ആ അസറ്റിന്റെ ഓണേഴ്സ് ആരാ? അവരെന്നെയാണ്. ആരാണോ അതിന്റെ ഓണേഴ്സ്, പാർട്ട്ണർഷിപ്പിൽ ആരൊക്കെ ഉള്ളത്, അവരെന്നെയാണ് ആ അസറ്റിന്റെ ഓണർ എന്ന് പറയുന്നത്. എന്നിട്ട് അവർ ആ അസറ്റ് എടുക്കുമ്പോൾ പിന്നെ അതിന് സെയിൽസ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അത് അവർ സെയിലല്ല. കാരണം അവരുടെ സാധനങ്ങൾ അവരെടുക്കുന്നതിന് എന്തിനാണ് സെയിൽ കൊടുക്കുന്നത്, അല്ല ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് മുമ്പ് നടന്നിട്ടുണ്ട്. ആ കേസ് എന്താണ്, സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് പറഞ്ഞ സ്റ്റേറ്റും VS രാംലാൽ എസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തമ്മിലുള്ള കേസ് ആയിരുന്നു. ഓക്കെ, യെസ്. അതെന്തിനു വെച്ചാൽ അങ്ങനെ ഓരോ റഫറലിൽ നമുക്ക് തരണം. എന്തിനു വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാൻ, എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ യൂസേജ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്താണ് പാർട്ടീസ് മസ്റ്റ് ഇന്റന്റ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ഈ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് പാർട്ടീസിന് എന്ത് ഉദ്ദേശം വേണം? ഇതൊരു ലീഗൽ കോൺട്രാക്ട് ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശം തന്നെ ആയിരിക്കണം അവർ ചെയ്യേണ്ടതാണ്. ദർ മസ്റ്റ് ബി ആൻഡ് ഇന്റൻഷൻ, അവർക്കൊരു ഉദ്ദേശം വേണം. ഓൺ ദ പാർട്ട് ഓഫ് ദ പാർട്ടീസ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ ബിറ്റ്വീൻ ദം. ഒരു ലീഗൽ റിലേഷൻ, സോഷ്യൽ റിലേഷൻസ് അല്ല. സോഷ്യൽ ഓർ ഡൊമസ്റ്റിക് ടൈപ്പ് ഓഫ് അഗ്രിമെന്റ്സ് ആർ നോട്ട് എൻഫോഴ്സിബിൾ ഇൻ കോർട്ട് ഓഫ് ലോ, ഹെൻസ് ദേ ഡു നോട്ട് റിസൾട്ട് ഇൻ ടു കോൺട്രാക്ട്. പറഞ്ഞു, സോഷ്യൽ അഗ്രിമെന്റ്സ് എന്താണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അഗ്രിമെന്റ്സ് ഒന്നും എൻഫോഴ്സിബിൾ അല്ല, അതൊന്നും കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കൂല. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോ. എക്സാമ്പിൾ 5, എന്താണ് സോഷ്യൽ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത്? ഈ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് അഗ്രിമെന്റ്സ് കൂടുതലും നമ്മൾ റിലേറ്റഡ് പാർട്ടീസ് ആയിട്ടായിരിക്കും, നമ്മുടെ എന്താ പറയാ, റിലേറ്റീവ്സ് ആയിട്ടായിരിക്കും. ഓക്കെ, മനസ്സിലാവും. എ ഹസ്ബൻഡ് agreed to pay his wife a certain amount of maintenance every month while he is going abroad. എടാ, ഒരു ഭർത്താവ് എന്ത് ചെയ്യും, പുറത്തു പോവാണ്, ഇന്ത്യക്ക് പുറത്തു പോവാന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഒരു മെയിൻ്റെനൻസ് തുക ഭാര്യക്ക് കൊടുക്കാന്ന് ആര് തീരുമാനിച്ചു? അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു, ആര്? നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞു. ഹസ്ബൻഡ് ഫെയിൽഡ് ടു പേ ദ പ്രോമിസ്ഡ് എമൗണ്ട്. ആ പൈസ കൊടുക്കാൻ ഹസ്ബൻഡിന് എന്തുകൊണ്ടോ സാധിച്ചില്ല. വൈഫ് സ്യൂഡ് ഹിം എന്ന് പറഞ്ഞ ആൾക്കെതിരെ കേസ് കൊടുത്തു എന്ന് അർത്ഥം കേട്ടോ. ഫോർ ദ റിക്കവറി ഓഫ് ദ എമൗണ്ട്, ആ എമൗണ്ട് റിക്കവർ ചെയ്യണം. ഹിയർ ഇൻ ദിസ് കേസ് വൈഫ് കുഡ് നോട്ട് റിക്കവർ as it was a social agreement and the parties did not intend to create legal obligation.
അയാള് എടാ ഇത്ര രൂപ തരാന്ന് പറയുന്നോണ്ട് അയാൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ത് ഇതൊരു ലീഗൽ റിലേഷൻഷിപ്പ് ആവണം എന്ന്. അതായത് എന്താ പറയാ, അങ്ങനെ ഒരു കാര്യം അയാൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. അത് ലീഗൽ റിലേഷൻഷിപ്പിലോട്ട് എന്താ കൊണ്ടുപോകാനുള്ള ഉദ്ദേശം അയാൾക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്തല്ല, അതൊരു സോഷ്യൽ അഗ്രിമെന്റ് ആണ്. അതിനൊരു എൻഫോഴ്സിബിലിറ്റി ഇല്ല. സെക്ഷൻ 6 അല്ല എക്സാമ്പിൾ 6 നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 6 and 7. ഓക്കെ, യെസ്. കാരണം എല്ലാ എക്സാമ്പിൾസും നിങ്ങൾ ക്ലാസ്സിൽ അത്യാവും, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം കേട്ടോ. കാരണം എക്സാമ്പിൾസ് ഒരു തവണയെങ്കിലും വായിക്കോളാം, നിങ്ങൾക്ക് അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ രണ്ടെണ്ണായി. ഇപ്പൊ രണ്ട് ഇതാണ്. അപ്പോ കോൺട്രാക്ട് ആണ്, മിനിമം 2 പാർട്ടീസ് വേണം. പിന്നെ എന്താ പറഞ്ഞ പാർട്ടീസ് മസ്റ്റ് ഇന്റന്റ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കണം എന്നുള്ള അവർക്ക് ഒരു ഇന്റൻഷൻ വേണം. ഓക്കെ, അതർ ഫോർമാലിറ്റീസ് ടു ബി കംപ്ലൈഡ് വിത്ത് ദ സർട്ടൈൻ കേസസ്. ചിലപ്പോ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടാവും. അങ്ങനെ വെച്ചാൽ ആ ഫോർമാലിറ്റീസൂടെ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, എ കോൺട്രാക്ട് മേ ബി റിട്ടൺ ഓർ സ്പോക്കൺ. 2 തരത്തിലാവും. ചിലപ്പോൾ നമുക്കിങ്ങനെ എല്ലാം എഴുതി വെക്കണം എന്നൊന്നുമില്ല കോൺട്രാക്ട് ആണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ കേൾക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. കോൺട്രാക്ട് ഒന്നല്ലെങ്കിൽ വായ കൊണ്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എഴുതിയും വെക്കാം, രണ്ടും പറ്റും. ആസ് ലീഗൽ എഫ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടൺ കോൺട്രാക്ട് ആൻഡ് ബൈ വേർഡ് ഓഫ് മൗത്ത്. നമ്മൾ പറയുന്ന കോൺട്രാക്റ്റും എഴുതി വെച്ച കോൺട്രാക്റ്റും നമ്മുടെ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിൽ എന്തില്ല, വ്യത്യസ്തതയൊന്നും ഇല്ല. ബട്ട് ഇൻട്രസ്റ്റ് ഓഫ് ദ പാർട്ടീസ് ദ കോൺട്രാക്ട് മസ്റ്റ് ബി റിട്ടൺ. ഓക്കെ, പക്ഷെ പാർട്ടീസിന് ഒരു താല്പര്യം ഉണ്ട്, എന്ത്, കോൺട്രാക്ട് റിട്ടേൺ ആവുന്നത്. ഇൻ കേസ് ഓഫ് ദ കോൺട്രാക്ട് സം ഫോർമാലിറ്റീസ് ഹാവ് ടു ബി ഫുൾഫിൽഡ് വിത്ത് ആൻ അഗ്രിമെന്റ് ഓഫ് ലീഗൽ എൻഫോഴ്സിബിൾ. നോക്കിക്കോ, എക്സാമ്പിളോടെ മനസ്സിലാക്കാം. എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഈസ് നോട്ട് വാലിഡ് എക്സെപ്റ്റ് റിട്ടേൺ കോൺട്രാക്ട്. അതായത് നിങ്ങൾ ഇൻഷുറൻസ് കോൺട്രാക്ട് അല്ല, ഇൻഷുറൻസുകൾ പലതും കേട്ടിട്ടുണ്ടല്ലോ. ഇൻഷുറൻസ് കോൺട്രാക്ട് വെറുതെ നമ്മൾ വേർഡ് കൊണ്ട് പറഞ്ഞാൽ പോരാ. അതിന് നിയമം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് കോൺട്രാക്ട് ആണെങ്കിലോ അത് റിട്ടേൺ ഫോം തന്നെ ആയിരിക്കണം. എന്ത് ഫോമിലായിരിക്കണം? റിട്ടേൺ ഫോം തന്നെ ആയിരിക്കണം. അപ്പൊ റിട്ടേൺ ഫോം തന്നെ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ അതിന് എന്തിനുള്ളൂ? എൻഫോഴ്സിബിലിറ്റി ഉള്ളൂ. അത് സ്പോക്കൺ പറ്റില്ല. അപ്പൊ ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ത് പറ്റില്ല, അത് നിയമം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എന്താണ്? റിട്ടേൺ ഫോമിലായിരിക്കണം. അതുകൊണ്ട് അവിടെ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്, ഒരു കാര്യം ഫോർമാലിറ്റി ഉണ്ട് അവിടെ. അപ്പൊ ഇൻഷുറൻസ് കോൺട്രാക്ട് അങ്ങനെ ഒരു ഫോർമാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോർമാലിറ്റി എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. എന്നാലേ ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ആവുള്ളൂ. സപ്പോസ് ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട് നമ്മൾ വേർഡ് കൊണ്ട് ചെയ്തു എന്ന് വിചാരിക്കും, ജസ്റ്റ് പറഞ്ഞു ഇൻഷുറൻസ് ഇത്ര രൂപയുടെ ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് എൻഫോഴ്സിബിൾ ആവില്ല. കാരണം അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ടുള്ള ഫോർമാലിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് എന്താവില്ല, കോൺട്രാക്ട് ആവില്ല. എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ടെങ്കിലേ ഒരു കോൺട്രാക്ട് എന്താവുള്ളൂ, കോൺട്രാക്ട് ആവുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ അത് കഴിഞ്ഞു. അടുത്തതാണ് സർട്ടേണിറ്റി ഓഫ് മീനിങ്. സർട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പുമാണ്. മീനിങ് എന്താണ് കോൺട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യവും വ്യക്തവുമായിരിക്കണം. അഗ്രിമെന്റ് മസ്റ്റ് ബി സർട്ടേൺ ആൻഡ് നോട്ട് വേഗ് ഓർ ഇൻഡെഫിനിറ്റ്. അതായത് നോക്കടാ, സർട്ടേൺ ഒരു കോൺട്രാക്റ്റിൽ വളരെ കൃത്യമായിട്ട്, നോട്ട് വേഗ്, സംശയമൊന്നും പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. എ അഗ്രി ടു സെൽ ടു ബി 100 tons ഓഫ് ഓയിൽ. എ പറഞ്ഞു ബിക്ക് ഞാൻ 100 tons ഓഫ് ഓയിൽ, 100 ടൺ ഓയിൽ ഞാൻ വിൽക്കാം എന്ന് പറഞ്ഞു. There is nothing certain order show that what kind of oil intended for. 100 ടൺ ഓയിൽ വിൽക്കാന്ന് പറയുമ്പോ ഏത് ഓയിൽ വിൽക്കുന്നടാ? കുറെ ഓയിലില്ലേ, വെളിച്ചെണ്ണ ഉണ്ട്, ക്രൂഡ് ഓയിൽ ഉണ്ട്, പല പല ഓയിലുകളുള്ളതാണ്, പല പല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓയിൽസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. സോ ഈ ഓയിലിൽ ഏത് ഓയിലാണ് ഇയാൾ ഉദ്ദേശിച്ചത് നമുക്കറിയോ? ഇല്ല. അപ്പൊ ആ ഓയിൽ ഏതാന്നുള്ളത് അയാൾ വ്യക്തമാക്കി പറയണം, എന്നാലേ അത് കോൺട്രാക്ട് ആവുള്ളൂ. ഏതെങ്കിലും ഒരു ഓയിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരാൾക്ക് 100 കാർ ഉണ്ട് വിചാരിച്ചു, ഒരു കാറ് ഞാൻ നിനക്ക് 1,00,000 റുപ്യ വെക്കാൻ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് കാറ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയണം. ഓക്കെ, അപ്പൊ സെർട്ടൈൻ ആയിരിക്കണം. പിന്നെ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ഇതിൽ വേറെ ഒന്നുകൂടെ പറയുന്നുണ്ട്. XYZ അഗ്രി ടു ലീസ് ആൻഡ് ലാൻഡ് മിസ്റ്റർ എ ഇൻഡെഫിനിറ്റ് ഇയേഴ്സ്. അതെ, എന്താ പറയാ, XYZ ലിമിറ്റ് എന്ത് ചെയ്തു? ലീസിങ് എടുക്കാം, വാടക എടുക്കാം. എത്ര വർഷത്തിനാന്ന് പറഞ്ഞില്ല.
ഇൻഡെഫിനിറ്റ് കാലങ്ങൾ ഇത്ര കൊല്ലം ഉണ്ടോ അത്രയും കൊല്ലം അങ്ങനെ പറ്റുമോ? കോൺട്രാക്ട് നോട്ട് വാലിഡ് കാരണം പീരിയോഡ് ഈസ് നോട്ട് മെൻഷൻഡ്. എത്ര വർഷത്തേക്കാന്ന് പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ആ വർഷം എത്ര ദിവസം പറയണം, അല്ല മരിച്ചിടോളം അങ്ങനെയൊന്നും ഇല്ല. എത്ര കാലാണ് നിങ്ങൾ റെന്റിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് അടുത്തൊരു എന്താ പറയാ ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ് പോസിബിലിറ്റി ഓഫ് എ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് എഗ്രിമെന്റ്. എഗ്രിമെന്റ് അവിടെ പോസിബിൾ ആയിരിക്കണം, അത് പെർഫോം ചെയ്യല് പോസിബിൾ ആണ്. എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. എ അഗ്രീസ് ടു ബി, എ ബിനോട് പറഞ്ഞു ടു ഡിസ്കവർ എ ട്രഷർ ബൈ മാജിക്, മാജിക്കിലൂടെ ഒരു നിധി കണ്ടെത്താന്ന് പറഞ്ഞു. ഓക്കെ, ദിസ് എഗ്രിമെന്റ് cannot be enforceable by law, is not possible by performance. മാജിക്കിലൂടെ നിധി കണ്ടെത്താൻ പറ്റൂടാ, പറ്റൂല. അതുകൊണ്ട് അത് എന്താ, അത് ചെയ്യാൻ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇല്ല, അങ്ങനെ ചെയ്യൽ സാധ്യമല്ല. അതുകൊണ്ട് എന്തല്ല, എൻഫോഴ്സിബിലിറ്റി ഇല്ല. മനസ്സിലായോ? അതാണ് അഞ്ചാമത്തത്. Now according to section, അപ്പൊ ഇതാണ് എന്ത്, ഈ 5 കാര്യങ്ങളാണ് എന്ത് നമ്മൾ സെക്ഷൻ 10 പറയാത്ത കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു സെക്ഷൻ 10 പറയാത്ത എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് 5 എണ്ണം. ഞാൻ നോക്കടാ, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് തരാം. ആ ടിപ്പിന്റെ പേരാണ്, നോക്കിക്കോ, FC ടിപ്പ്. എന്താണ് ടിപ്പിന്റെ പേര്? FC. വാട്ട് ഈസ് എഫ്? അതായത് ഫുൾഫിൽമെന്റ് ഓഫ് ലീഗൽ ഫോർമാലിറ്റീസ്. വാട്ട് ഈസ് സി? സർട്ടനിറ്റി ഓഫ് മീനിങ്. വാട്ട് ഈസ് ടി? ടി എന്ന് പറഞ്ഞാൽ 2 parties. വാട്ട് ഈസ് ഐ? ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് പി? പി എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് ഓർഡർ. അപ്പൊ FC ടിപ്പാണ് എന്ത്, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് അതർ ദാൻ സെക്ഷൻ 10. സെക്ഷൻ 10 പറയാത്ത എസെൻഷ്യൽ എലമെന്റ്സ് ഇത്ര കൊടുത്താൽ FC ടിപ്പ് കഴിയും. അതിലെല്ലാം ഉണ്ട്, 5 എണ്ണം. ഇനി നമ്മള് സെക്ഷൻ 10 പറഞ്ഞതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണെന്നുള്ളത് താഴെ പറയുന്നു. ഒന്നാണ്, ഇനി ഇത് ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആട്ടോ സെക്ഷൻ 10 പറഞ്ഞു, കാരണം സെക്ഷൻ 10 പറയാൻ തന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഓർ എൻ അഗ്രിമെന്റ്. ഒന്നും പറയുന്നത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് വേണം, അല്ലെങ്കിൽ അതൊരു അഗ്രിമെന്റ് ആണ്. ഞാൻ പറഞ്ഞു അഗ്രിമെന്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു an അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്, ഇതിനാണ് പറയുന്നത് അഗ്രിമെന്റ്. അപ്പൊ ഒരു അഗ്രിമെന്റ് ആണ്. an agreement is the first essential elements of a valid contract. ഒരു കോൺട്രാക്ട് ആവണമെന്നുണ്ടെങ്കിൽ അതായത് ഫസ്റ്റ് കണ്ടീഷൻ ആണ് അഗ്രിമെന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അഗ്രിമെന്റ് എൻഫോഴ്സ്ഡ് ബൈ ലോ ആണ് എന്ത്, കോൺട്രാക്ട്. അപ്പൊ അത് അഗ്രിമെന്റ് ആയിരിക്കാന്ന് പറയുന്നതാണ് എന്ത്, നമ്മള് ഫസ്റ്റ് കണ്ടീഷൻ. അത് നമ്മൾ ആൾറെഡി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പ്രോമിസ് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പ്രപ്പോസൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഞാൻ ഇവിടെ ഒരു എക്സ്പ്ലനേഷനോട് കിടക്കുന്നില്ല, കാരണം നമ്മൾ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി സെക്ഷൻ 10 പറഞ്ഞ രണ്ടാമത്തതാണ് ഫ്രീ കൺസെന്റ്. 2 or more persons are said to be consent they agreed upon the something in the same sense. അതാണ് ഫ്രീ കൺസെന്റ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരാളെ ഞാൻ കത്തി കൊണ്ടുപോയി പേടിപ്പിച്ചല്ല പറഞ്ഞടാ, അനുസരിക്കടാ, ഈ സാധനം 1 ലക്ഷത്തിന് മേടിക്കടാ, ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഭീഷണിപ്പെടുത്തിട്ട് അയാൾ സമ്മതിച്ചു ഞാൻ വിൽക്കാണ്. അതൊരു ശരിയായ നടപടിയാണ്? ശരിയായ നടപടിയല്ല. അവിടെ ഫ്രീ കൺസെന്റ് ഇല്ല. മനസ്സിലായോ? അങ്ങനെ ഫ്രീ കൺസെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താവില്ല, കോൺട്രാക്ട് ആവില്ല. കോൺട്രാക്ട് ആവണമെന്നുണ്ടെങ്കിൽ അതിനവിടെ എന്ത് വേണം, ഫ്രീ കൺസെന്റ് വേണം. ഓക്കെ, ഇനി ദിസ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. എ who owns 2 cars is selling to red car to B. എ എന്ത് ചെയ്യുന്നു, 2 കാറുണ്ട്, ഇതൊരു കാറ് ആർക്ക് വിൽക്കാന്ന് പറഞ്ഞു, ബി. ബി തിങ്സ് ഈ പർച്ചേസിങ് ദ ബ്ലാക്ക് കാർ. ഓക്കെ, എടാ ദിസ് ഈസ് നോ കൺസെന്റ്. അതായത് എടാ എക്ക് 2 കാറുണ്ട്, ഒരു റെഡ് കാറും ഉണ്ട്, ഒരു ബ്ലാക്ക് കാറും ഉണ്ട്. എ വിൽക്കണം എന്ന് വിചാരിക്കുന്നത് റെഡ് കാറാണ്. എ വിൽക്കുമ്പോ ആരെ പറ്റിയിട്ടാ പറയുന്നത്, റെഡ് കാറിനെ കുറിച്ച് സംസാരിക്കുന്നത്.
പക്ഷെ ബി തിങ്ക് ചെയ്യാണ് അത് അവൻ പറയുന്നത് ബ്ലാക്ക് കാറിനെ കുറിച്ചാണെന്ന് പറയാം. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തല്ല, ഫ്രീ കൺസെന്റ് അല്ല. രണ്ടാളും സെയിം സെൻസിലായിരിക്കണം, രണ്ടാളും ഉദ്ദേശിക്കുന്നത് ഒരേ രൂപത്തിലായിരിക്കണം. അതുകൂടെ ഫ്രീ കൺസെന്റിന്റെ ഒരു ഇതുണ്ട്. ടു മോഡൽസ് സെഡ് ടു ബി കൺസെന്റ് വെൻ ദേ ആർ അഗ്രി അപ്പോൺ ദ സെയിം തിങ്. രണ്ടിനെയും ഒരു കാര്യത്തിനെ രണ്ടാളും സെയിം സെൻസ് മനസ്സിലാക്കുന്നത് ഒരേ രൂപത്തിലായിരുന്നു. ഇനി അങ്ങനെ മിസ്അണ്ടർസ്റ്റുഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തല്ല, ഫ്രീ കൺസെന്റ് അല്ല. ഇനി അതുപോലെ തന്നെ ഇനി അത് ആണ് ഒന്നാമത്തെ കേസ്. അതും ഫ്രീ കൺസെന്റിന്റെ അണ്ടർ തന്നെ വരിക. നിങ്ങളിത് കൃത്യമായിട്ട് എക്സാമ്പിൾസ് മനസ്സിലാക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് എക്സാം ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആ കേസ് സ്റ്റഡിയിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ എക്സാമ്പിൾസ് ആവശ്യമായി. എക്സാമ്പിൾസ് കേട്ടാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രീ കൺസെന്റ് ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി എക്സാമ്പിൾ 12 ഓക്കെ. എ ത്രട്ടൻഡ് ടു ഷൂട്ട്, തട്ടിക്കാച്ചി കളയുന്ന പറഞ്ഞു. ഓക്കെ, ബീനെ ഡസ് നോട്ട് ലെൻഡ് ഹിം, 2 ലക്ഷത്തിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കിക്കോ. അപ്പൊ അതും എന്ത് തന്നെയാണ്, നോട്ട് ഫ്രീ കൺസെന്റ് ഇല്ല. ഓക്കെ, ഇനി ഫ്രീ കൺസെന്റ് പറ്റി നമ്മൾ വിശദമായിട്ട് താഴെ പറയട്ടോ. കാരണം ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത് അത്രയും കുറച്ച് ഡെപ്ത് ഉള്ള നോളജ് ആവശ്യമുള്ള ഒരു ഏരിയ. ഇനി കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. പാർട്ടീസിന്റെ കപ്പാസിറ്റി. The capacity to contract means legal ability of a person enter to a valid contract. എന്താ പറയാ, കപ്പാസിറ്റി വേണം പാർട്ടീസിന്. ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിന് കപ്പാസിറ്റി വേണം. സെക്ഷൻ 11 പറയുന്നുണ്ട് ഓഫ് ദ കോൺട്രാക്ട് സ്പെസിഫൈ ദ എവറി പേഴ്സൺ ഈസ് കോമ്പറ്റബിൾ. താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, കപ്പാസിറ്റി ഓഫ് പാർട്ടി. ഫസ്റ്റ് വൺ ആണ് ഈസ് ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ലോ വിച്ച് ഹീ സബ്ജക്ട്. ഏത് കോൺട്രാക്റ്റിലാണോ എൻറ്റർ ചെയ്യാൻ പോകുന്നത് ആ കോൺട്രാക്ട് പ്രകാരം ഉള്ള മേജർ ആയിരിക്കണം അയാൾ. മൈനർ ആവാൻ പാടില്ല, കുട്ടിയാവാൻ പാടില്ല, മേജർ. ഫോർ എക്സാമ്പിൾ, കാരണം നിയമം മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഈ മേജർ എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ മേജർ എന്ന് പറയുന്ന ആ വയസ്സ് മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ വിവാഹം ചെയ്യാൻ പുരുഷൻ എത്രയാണ്, 21. അപ്പൊ 21 എന്ത് മേജർ ഏജ് എന്ന് പറയുന്നത് ഏതില്, വിവാഹത്തില് പുരുഷന്റെ. പക്ഷെ അത് സ്ത്രീയിൽ എത്ര ഉള്ളൂ, 18 ഉള്ളൂ. മനസ്സിലായി ആ ഡിഫറൻസ്? യെസ്. അപ്പൊ ആ ഒരു ഡിഫറൻസ്, അപ്പൊ ഏത് ലോ ആണോ സബ്ജക്റ്റ് ആയിട്ടുള്ളത് അതിനടിസ്ഥാനം കൂടുതലും 18 തന്നെയാണ്. പക്ഷെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത് ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. അയാൾക്ക് ഭ്രാന്തൊന്നും പറ്റൂല, അയാളുടെ ബുദ്ധി കറക്റ്റ് ഓക്കെ ആയിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അയാൾക്ക് ബുദ്ധിക്ക് യാതൊരു തകരാറും പാടില്ല. ഈസ് നോട്ട് അതർവൈസ് ഡിസ്ക്വാളിഫൈഡ് കോൺട്രാക്ടിങ് ബൈ ലോ വിച്ച് ഈസ് സബ്ജക്ട്. അതുപോലെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ചില കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? അത് ലോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ആളുകൾ ഇന്ന കോൺട്രാക്ടുകൾ ചെയ്യരുത്. സപ്പോസ് ഒരു കമ്പനിയിലൊക്കെ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ഒരു കമ്പനി തുടങ്ങാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കോൺട്രാക്ടുകൾ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഈ പറഞ്ഞത് മൂന്നും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കപ്പാസിറ്റി ഉണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പാസിറ്റി ഇല്ല. ഇനി നോക്കിക്കോ ഇതിന്റെ 3 എക്സാമ്പിൾസ്. ക്വാളിഫിക്കേഷൻ എ. എന്താണ് എ refers to age of contracting person. Okay, contracting personന്റെ ഏജിനെ കുറിച്ചാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. The person entering to contract must be 18 years of the age person who age of consideration minor. Okay, incompetent contract. സാധാരണ നമ്മളൊരു കോൺട്രാക്റ്റിൽ എത്രയാണ് ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, 18 ആണ്. അപ്പൊ 18ന്റെ താഴെയുള്ള ഒരാളായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ എൻ്റർ ചെയ്താൽ എന്താവില്ല, കോൺട്രാക്ട് ആവില്ല. മനസ്സിലാവും? അതിനെപ്പറ്റി നമ്മൾ വീണ്ടും ഇനി ഡിസ്കഷൻ വരുന്നുണ്ട്. രണ്ടാമത്തെ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ? എ റിക്വയർഡ് പേഴ്സൺ ഹി സൗണ്ട് മൈൻഡ്. അയാൾക്ക് ബുദ്ധി വേണം. ഹി ഷുഡ് ബി സെൻസ് ഓഫ് ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് എ കോൺട്രാക്ട്. കോൺട്രാക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഓക്കെ. എ ലുനാറ്റിക് അല്ലെങ്കിൽ ഒരു ഇഡിയറ്റ്, ഒരു മണ്ടൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ, ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഡ്രങ്കൺ പേഴ്സൺ അല്ലെങ്കിൽ കുടിച്ച് യൂസായ ഒരാള്. ഓക്കെ. അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് സം, ഓക്കെ, അല്ലെങ്കിൽ വേറെ ആളുടെ ഇൻഫ്ലുവൻസ് നിൽക്കുന്ന ആള്, അവർക്കൊന്നും എന്തില്ല എൻ്റർ ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ എൻ്റർ ചെയ്താലും അത് കോൺട്രാക്ട് ആവില്ല. ഈ ക്വാളിഫിക്കേഷൻ അണ്ടർ സി റിക്വയർസ് എ പേഴ്സൺ എൻ്റർ ടു കോൺട്രാക്ട് ഷുഡ് നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ് ബൈ ഹിസ് സ്റ്റാറ്റസ്.
സച്ച് പേഴ്സൺ ആർ ഏലിയൻ, എന്താ പറയുക, ഏലിയൻ എനിമി ഫോറിൻ. ഇപ്പൊ നോക്കടാ, സച്ച് പേഴ്സൺ ഏലിയൻ എനിമി അല്ലെങ്കിൽ ഫോറിൻ കൺവിക്സ്. ഓക്കെ, ദേ ആർ ഡിസ്ക്വാളിഫൈഡ്. ഇപ്പൊ സപ്പോസ് നമ്മുടെ രാജ്യത്തിന്റെ എനിമി ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വെച്ചാൽ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിമീസ്, ഇപ്പൊ നമ്മുടെ ശത്രു രാജ്യമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത് നമ്മളെ രാജ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏർപ്പെടാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, വൈഡാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് കോമ്പിറ്റന്റ് കോൺട്രാക്ട് അല്ല. അപ്പൊ അത് കഴിഞ്ഞല്ലോ. യെസ്, ഇവിടെ 3 പോയിന്റ്: ഏജ് ഓഫ് മെച്യൂരിറ്റി, രണ്ടാമത്തത് സൗണ്ട് മൈൻഡ്, മൂന്നാമത്തതോ നോട്ട് ഡിസ്ക്വാളിഫൈഡ്. ഓക്കെ, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം ദ കോൺട്രാക്ടിങ് ബൈ എനി ലോ ടു വിച്ച് ഈ സബ്ജക്ട്. ഏതാണ് ലോ പ്രകാരം ഒന്നും എന്ത് ചെയ്യരുത്, അങ്ങനെ ഇതാവരുത്. ഇനി അടുത്ത പോയിന്റ് ആണ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ വേണമെന്ന് പറയുന്നത് എന്താ കൺസിഡറേഷൻ? ഇറ്റ് ഈസ് പെർഫോം ക്വിഡ് പ്രോക്കോ. ക്വിഡ് പ്രോക്കോ, സംതിങ് ഇൻ റിട്ടേൺ. അതാണ് എന്ത് കൺസിഡറേഷൻ. ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞാൽ എന്താ, മറ്റേ അത് എനിക്ക് തോന്നുന്നു ഗ്രീക്ക് ലെറ്ററിൽ പറയുന്ന കേട്ടോ. കാരണം കുറെ ബ്രിട്ടീഷുകാരത് അടിച്ചു മാറ്റിയതാണ് നമ്മുടെ ലോ എന്ന് പറയുന്നത്. സോ അവിടുത്തെ കുറെ സാധനങ്ങൾ ഇവിടെയും കാണും. So something in return. A valuable consideration may consist either some right, interest, profit, benefits one party, or some forbearance, loss, responsibility given sovereign entertain any other. Okay. എന്താണ് ഒരു എക്സാമ്പിളോട് നോക്കാം. എന്താണ് കൺസിഡറേഷൻ? നമുക്ക് എന്തെങ്കിലും സംതിങ് ഇൻ റിട്ടേൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ അല്ലേ, 1 ലക്ഷത്തിന് കാർ നിങ്ങളൊക്കെ മേടിക്കാനോ എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താ, കാർ. നിങ്ങൾക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താ, 1 ലക്ഷം. നോക്കിക്കോ, എക്സാമ്പിൾ നോക്കിക്കോ. A agrees to sell books to B for 100 രൂപ. ബിക്ക് എന്ത് ചെയ്യുന്നു, 100 രൂപക്ക് വിൽക്കാമെന്ന് അഗ്രി ചെയ്യുന്നു. ബി പ്രോമിസ് ടു പേ 100. ബി എന്ത് ചെയ്യുന്നു, 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ദ കൺസിഡറേഷൻ ഫോർ ദ ബുക്ക് സെൽ ഹിസ് ബുക്ക്. ബി എക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ആണ് 100 രൂപ. എ പ്രോമിസ്ഡ് ബുക്ക് ദ കൺസിഡറേഷൻ ബി. ആ ബുക്ക് കൊടുക്കാന്ന് ആര് പറഞ്ഞു? എ ബിനോട് പറഞ്ഞില്ലേ, അതാണ് ബിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ. ഒരാൾക്ക് 100 രൂപ കിട്ടി, മറ്റേക്ക് ബുക്കും കിട്ടി. അതാണ് അവർക്ക് കിട്ടിയ കൺസിഡറേഷൻസ്. ഇപ്പൊ കൺസിഡറേഷൻ എന്താ മനസ്സിലായല്ലോ? അങ്ങനെ കൺസിഡറേഷൻ വേണം. പിന്നെ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ്. കൺസിഡറേഷനും ഒബ്ജക്റ്റും ലോഫുൾ ആവണം. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ദ കൺസിഡറേഷൻ ആൻഡ് അഗ്രിമെന്റ് ഫസ്റ്റ് ലോഫുൾ ആയിരിക്കണം. Section 23 state that the consideration object not lawful prohibited by law in such a would defeat the provisions of the law, the fraudulent or involves injury to the person. Okay, എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അതായത് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോർ എ പ്രോമിസ് ടു ഡ്രോ prosecution instead of against B for robbery and B promised to restore the value of things taken. The agreement is void as its objective. A promises എന്ത് ചെയ്തു, എ പ്രോമിസ് ചെയ്തു എന്ത്, ടു ഡ്രോ പ്രോസിക്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അഗെയിൻസ്റ്റ് ബി ഫോർ റോബറി. റോബറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത്ര രൂപ തരാന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, കക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കണം. നടക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ബി പ്രോമിസ് ടു റീസ്റ്റോർ ദ വാല്യൂ ഓഫ് ദ തിങ്സ് ഈസ് ടേക്കൺ. അയാൾ എടുത്ത എത്രയാണോ അത്ര എന്ത് ചെയ്യുക, ആ പൈസ തിരിച്ച് ഇതാക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക വെച്ചാൽ എന്താ, അഗ്രിമെന്റ് ഇസ് വോയിഡ്. അഗ്രിമെന്റ് വോയിഡ് ആണ്, കാരണം ഇറ്റ് ഈസ് അൺലോഫുൾ ആ. നിയമപരമായിട്ട് അതൊന്നുമില്ല, ലോഫുൾ അല്ല. അപ്പൊ അൺലോഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് എന്താവില്ല, അത് കോൺട്രാക്ട് ആവില്ല. പിന്നെ വേറെ എക്സാമ്പിൾ നോക്കാം. ബി അഗ്രീസ് ടു സെൽ ഹിസ് ഹൗസ് ബി അഗെയിൻസ്റ്റ് 100 കിലോഗ്രാം ഓഫ് കൊക്കെയിൻ. അവിടെ കൊക്കെയിന് 100 കിലോഗ്രാം കൊക്കെയിൻ തരാന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ വീട് വിറ്റത്. അങ്ങനെ വെച്ചാൽ അത് വിൽക്കാൻ പാടുണ്ടോ? ഇല്ല, കാരണം അൺലോഫുൾ ഒബ്ജക്റ്റ് ആണ്. കൊക്കെയിൻ എന്ന് പറയുന്നത് ഇല്ലീഗൽ ആണ്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്താണ് അത് ഉണ്ട്. അപ്പൊ ലോഫുൾ കൺസിഡറേഷൻ ലോഫുൾ അല്ല. രണ്ടാമത്തെ കേസിലാണ് കൺസിഡറേഷൻ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്താകാൻ പാടില്ല, ലോഫുൾ ആവണം. അൺലോഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് എന്താവില്ല, കോൺട്രാക്ട് ആവില്ല. ലോഫുൾ ആവണം. നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ്. എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി വോയിഡ് ആണെന്ന് കോൺട്രാക്ട് തന്നെ പറയാൻ പറ്റില്ല. ദ അഗ്രിമെന്റ് entered to must not be which law declared to be either illegal or void. An illegal agreement expressly or prohibited by law. A agreement is one without any legal effects. നിങ്ങൾക്കൊന്ന് മനസ്സിലായോ?
മനസ്സിലായല്ലോ? നമുക്ക് എക്സാമ്പിൾ 16 നോക്കാം. എക്സാമ്പിൾ 16 ത്രട്ടൺ ഓർ കമ്മിറ്റ് ടു മർഡർ, പേടിപ്പിച്ചു അല്ലെങ്കിൽ കൊല്ലുന്നു, ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ മേക്കിംഗ് പബ്ലിക്സ് ഡിഫമേറ്ററി, അല്ലെങ്കിൽ എന്താ പറയാ ഒരാളെ എന്ത് ചെയ്യും, ആക്ഷേപിക്കും, അല്ലെങ്കിൽ സോഷ്യലി എന്തെങ്കിലും ഇമ്പാക്ട്സ് ഒക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് entering to an agreement which is are opposite to public policy, അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ ഇല്ലീഗൽ നേച്ചർ, എന്തെങ്കിലും ലീഗൽ. സിമിലർലി ആൻ അഗ്രിമെന്റ് റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്, അല്ലെങ്കിൽ നീ കച്ചവടം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാരേജ് റെസ്ട്രെയിൻ, ലീഗൽ പ്രൊസീഡിംഗ് എക്സെട്രാ ക്ലാസിക്സ് ഓഫ് വോയിഡ് അഗ്രിമെന്റ്. ഇങ്ങനെയൊക്കെ അഗ്രിമെന്റ് ചെയ്യുക. നിങ്ങൾ കച്ചവടം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രിമെന്റ്, നിങ്ങളെ കച്ചവടം ചെയ്താൽ ഞങ്ങളെ പൂട്ടി, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, അങ്ങനത്തതൊക്കെ പറയുന്നത് എന്താ, അതൊക്കെ വോയിഡ് ആണ്. അതായത് വോയിഡ് അഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്, മനസ്സിലായോ? അങ്ങനത്തെ അഗ്രിമെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഒരാളുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടുക, അതൊക്കെ എന്താ പറയാ, ചെയ്യാൻ പാടില്ലാത്ത കോൺട്രാക്റ്റാ. അപ്പൊ അതൊക്കെ എന്താണ്, വോയിഡ് അഗ്രിമെന്റ്സ്. അങ്ങനത്തെ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ്, അതായത് അങ്ങനെ വോയിഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റുകൾ ആവാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അതായത് കുറെ കോൺട്രാക്ട്സ് ഉണ്ടടാ, അത് വോയിഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താഴെ നമ്മൾ പഠിക്കും എന്താണ് വോയിഡ് അഗ്രിമെന്റ്, കോൺട്രാക്ട് എന്ന്. അപ്പോൾ അങ്ങനെ പറയപ്പെട്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വോയിഡ് അഗ്രിമെന്റ് അല്ലാതെ ആവാൻ പാടില്ല. അതായത് വോയിഡ് അഗ്രിമെന്റ് ആണെങ്കിൽ അത് വാലിഡ് അല്ല. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, പറ്റാത്തത് എന്നൊക്കെ അർത്ഥം. അപ്പൊ അങ്ങനത്തെ വോയിഡ് അഗ്രിമെന്റ് ആവാൻ പാടില്ല. വോയിഡ് അഗ്രിമെന്റ് അത് എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ഇതിൽ പറഞ്ഞുള്ള എക്സാമ്പിൾസ് ഒക്കെ എന്താണ്, വോയിഡ് അഗ്രിമെന്റ്. വോയിഡ് അഗ്രിമെന്റ് നമ്മൾ താഴെ അങ്ങനത്തെ അഗ്രിമെന്റിൽ പെടാൻ പാടാത്തായിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ സെക്ഷൻ 10 പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ സെക്ഷൻ 10 പറയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ എന്ത് പഠിച്ചു, FC ടിപ്പ് എന്ന് പഠിച്ചു. ഇനി സെക്ഷൻ 10 പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേറെ ഒരു ടിപ്പ് ഉണ്ട്, LLC ഫാൻ. പല ഫാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ഫാനാ, LLC ഫാനാണ്. എന്താ LLC? ഫസ്റ്റ് L ലോഫുൾ കൺസിഡറേഷൻ, ഫസ്റ്റ്. രണ്ടാമത്തെ L ലോഫുൾ ഒബ്ജക്റ്റ്. C കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടീസ്. 3. F ഫ്രീ കൺസെന്റ്. A അഗ്രിമെന്റ്. N നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. ഓക്കെ, ഈ 6 കാര്യങ്ങൾ. അപ്പൊ 6 കാര്യങ്ങൾ സെക്ഷൻ 10 പറഞ്ഞിട്ടുണ്ട്. ബാക്കി 5 കാര്യങ്ങൾ എവിടെയും പറഞ്ഞിട്ടുണ്ട്, അതർ ദാൻ സെക്ഷൻ 10 പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് എന്തായിട്ട് മാറുന്നത്, ഒരു പെർഫെക്റ്റ് കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏതാണെന്ന് അറിയോ, നമ്മൾ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന പോർഷൻ ആണ്. അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതുവരെ ഉള്ളത് വ്യക്തമായിട്ടും ഇന്ന് തന്നെ പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.